അമേരിക്കയും ഇറാഖും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ കടുത്തതോടെ ഗൾഫ് മേഖലയിലെ വ്യോമപാതകളിൽ വൻ പ്രതിസന്ധി. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി അന്താരാഷ്ട്ര എയർലൈനുകൾ പല റൂട്ടുകളിലെയും സർവീസുകൾ വെട്ടിച്ചുരുക്കുകയും റദ്ദാക്കുകയും ചെയ്തത് പ്രവാസികളെയും വേനൽക്കാല അവധിക്കായി യാത്ര തിരിക്കാനിരുന്ന ലക്ഷക്കണക്കിന് വരുന്ന യാത്രക്കാരെയും കടുത്ത ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. അമേരിക്കയും ഇറാഖും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ കൂടുതൽ കടുത്തതോടെ ഗൾഫ് മേഖലയിലെ വ്യോമപാതകളിൽ വലിയ പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത്. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി അന്താരാഷ്ട്ര എയർലൈനുകൾ പല റൂട്ടുകളിലെയും സർവീസുകൾ വെട്ടിച്ചുരുക്കുകയും റദ്ദാക്കുകയും ചെയ്തത് പ്രവാസികളെയും വേനൽക്കാല അവധിക്കാല യാത്രയ്ക്കായി തിരിക്കാനിരുന്ന ലക്ഷക്കണക്കിന് വരുന്ന യാത്രക്കാരെയും കടുത്ത ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കേരളത്തിൽ നിന്നുള്ള സർവീസുകളെയും ഈ പ്രതിസന്ധി സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. കുവൈത്തിൽ നിന്ന് കോഴിക്കോട്ടേക്കും തിരിച്ചുമുള്ള സർവീസുകളും ബഹ്റൈനിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചുമുള്ള എല്ലാ സർവീസുകളും ഈ മാസം 31 വരെ എയർ ഇന്ത്യ എക്സ്പ്രസ് പൂർണ്ണമായി റദ്ദാക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലെ കർശന നിയന്ത്രണങ്ങൾ കാരണമാണ് ഈ നടപടിയെന്നാണ് എയർലൈൻ അധികൃതർ യാത്രക്കാരെ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ യാത്ര മുടങ്ങിയവർക്ക് 7 ദിവസത്തിനകം മറ്റൊരു ദിവസത്തേക്ക് സൗജന്യമായി റീഷെഡ്യൂൾ ചെയ്യാനോ ടിക്കറ്റ് തുക പിൻവലിക്കാനോ ഉള്ള അവസരവും കമ്പനി നൽകിയിട്ടുണ്ട്. ഖത്തർ എയർവേസ്, എമിറേറ്റ്സ്, ഇത്തിഹാദ്, KLM, ലുഫ്താൻസ, ബ്രിട്ടീഷ് എയർവേസ് തുടങ്ങി പ്രമുഖ അന്താരാഷ്ട്ര വിമാന കമ്പനികളും ഗൾഫിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ ദീർഘകാലത്തേക്ക് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. വ്യാഴാഴ്ച മുതൽ കുവൈത്തിലേക്കുള്ള സർവീസുകൾ ഖത്തർ എയർവേസ് തടഞ്ഞപ്പോൾ ദുബായ് കുവൈത്ത് പ്രതിദിന സർവീസുകൾ ഓഗസ്റ്റ് 21 വരെ റദ്ദാക്കിയതായും എമിറേറ്റ്സും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തിഹാദ് എയർവേസ് ജൂലൈ 31 വരെ ബഹ്റൈനിലേക്കുള്ള സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. ഫ്രാൻസ്, കാനഡ, സിംഗപ്പൂർ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖ എയർലൈനുകളും ഒക്ടോബർ അവസാനം വരെ ദുബായ് ഉൾപ്പെടെയുള്ള ഗൾഫ് നഗരങ്ങളിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിയവരുടെ പട്ടികയിലുണ്ട്. അതേസമയം പ്രതിസന്ധിക്കിടയിലും ഇൻഡിഗോ, ഗൾഫ് എയർ, എയർ അറേബ്യ തുടങ്ങിയ ചില എയർലൈനുകൾ കേരളത്തിലേക്ക് ഇപ്പോഴും സർവീസുകൾ തുടരുന്നുണ്ടെന്നത് ചെറിയൊരു ആശ്വാസമാണ്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഈ യാത്രാ പ്രതിസന്ധികൾ കാരണം ഗൾഫ് മേഖലയിൽ നിന്ന് യാത്ര തിരിക്കുന്നവർ എയർപോർട്ടിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ വിമാനങ്ങളുടെ തത്സമയ സ്റ്റാറ്റസ് അതത് എയർലൈൻ ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ കർശനമായി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സുരക്ഷാ പരിശോധനകൾക്ക് കൂടുതൽ സമയമെടുക്കാൻ സാധ്യതയുള്ളതിനാൽ യാത്രക്കാർ 3 മുതൽ 4 മണിക്കൂർ മുമ്പെങ്കിലും വിമാനത്താവളത്തിൽ എത്തിച്ചേരണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നുണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കൃത്യമായ മൊബൈൽ നമ്പറും ഇമെയിലും നൽകി എയർലൈനുകളുടെ അലേർട്ടുകൾ ശ്രദ്ധിക്കുന്നതും സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ ട്രാവൽ ഇൻഷുറൻസ് എടുക്കുന്നതും ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ യാത്രക്കാർക്ക് ഏറെ ഗുണം ചെയ്യും. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.